ചൈന നമ്മളെ മുൾമുനയിൽ നിർത്തിയേക്കുവാണ് പല കാര്യത്തിലും. ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സമയത്ത് ചൈനീസ് ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞു, അതായത് അവരുടെ ജേട്ടൻ എയർക്രാഫ്റ്റ് വെച്ചാണ് ഇന്ത്യൻ എയർക്രാഫ്റ്റുകളെ ഹിറ്റ് ചെയ്തത്. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ അവർ കൊടുത്തു. ഒഫീഷ്യലിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചൈനയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാം. എന്താണെന്ന് പറഞ്ഞത്? ചൈനയും കൂടെ ഇടപെട്ട ശേഷമാണ് ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനുമായിട്ട് സീസ് ഫയർ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ് പേഴ്സൺ അത് ഡിനൈ ചെയ്യുന്നു, പാകിസ്ഥാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അമേരിക്ക ഇത് പറയുന്നു, പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് സീനിയർ ആയിട്ടുള്ളവരെല്ലാം അവർ ഡിനൈ ചെയ്യുന്നു. അതായത് അടുത്ത സംഭവം നിങ്ങൾ കേട്ടോണം. അതിൻ്റെ കൂടെ തന്നെ ചൈന ഇന്ത്യക്കെതിരെ ഒരു പ്രഷർ ചെയ്യുന്നൊരു ടാക്ടിക്സ് ഉണ്ട്. അതായത് ചൈനയുമായിട്ട് നമ്മൾ ഫർദർ വ്യാപാരം, അതായത് ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ കൃത്യമായിട്ട് പറയാം, ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ പ്രോക്സിയാണ് ബംഗ്ലാദേശ്. അതായത് ആ ത്രട്ടിലോട്ട് കൊണ്ടുവന്നു. കാരണം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ഇല്ലാതായി. അതാണ് അതിൻ്റെ ബേസ് മനസ്സിലാക്കേണ്ട, ജിയോ പൊളിറ്റിക്കൽ ബേസ്. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ഇന്ത്യയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാനും പൂർണ്ണമായിട്ടും കൂടെ നിൽക്കാൻ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതായി. അതിൻ്റെ പേരിൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ വെച്ചും ബംഗ്ലാദേശിനെ വെച്ചും ഇൻക്ലൂഡിങ് മാലിയെ വെച്ചും ഇൻക്ലൂഡിങ് നേപ്പാളിനെ വെച്ചും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളെ വെച്ചും പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് ചൈനയുടെ ഉദ്ദേശം. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കണം. മറ്റൊരു സംഭവത്തിലോട്ട് പോകാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ ചൈനയ്ക്ക് അമേരിക്കൻ സോഷ്യൽ മീഡിയ അല്ല അവർ ഉപയോഗിക്കുന്നത്. ചൈനയ്ക്ക് ചൈനയുടേതായ സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ അടുത്ത സമയത്ത് ചൈനീസ് പ്രോഡക്റ്റുകൾ, അതായത് ഓരോ ഇൻഡിവിജ്വൽസും റീൽസായിട്ടും ഇൻസ്റ്റയിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ളയിടത്തും അവരുടെ പ്രോഡക്റ്റുകൾ ശരിക്കുമായിട്ട് ഓരോന്നായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ ടീഷർട്ടിന് ഇത്രയേ ഉള്ളൂ, മറ്റേ സാധനം ഇത്രയേ ഉള്ളൂ, ജാക്കറ്റിന് ഇത്രയേ ഉള്ളൂ, വില $5 ഉള്ളൂ, $2 ഉള്ളൂ. അതായത് ഇന്ത്യയിലുള്ള വ്യാപാരികളും ചെറുകിട വൻകിട വ്യാപാരികൾ ഒരു തേർഡ് പാർട്ടി ഇല്ലാതെ നേരിട്ട് ചൈനീസ് സപ്ലൈ ചെയിനുമായിട്ട്, അതായത് മാനുഫാക്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് അവർക്ക് ഡീൽ ചെയ്യുക. അതായത് പണം അയച്ചു കൊടുത്താൽ മതി, അവർ ഈ സാധനം അവരുടെ ഡോർ ടു ഡോർ ഡെലിവറി എത്തിച്ചു കൊടുക്കും.